ജിൻഡോയെ പറ്റി ഞാൻ ഒറ്റ വാക്കി പറയാൻ, ജിൻഡോ ഒരു പെണ്ണ് പിടിയെന്നല്ല എനിക്ക് പറയാൻ താല്പര്യം. പെണ്ണ് പിടിച്ച് നടക്കുന്ന ആൾക്കാർ കാണും, ഇത് കൂട്ടിക്കൊടുപ്പുകാരൻ. ജിൻഡോയെ എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്, ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ജിൻഡോനെ പറ്റി ഓരോ കഥ കേൾക്കുമ്പോഴത്തേക്കും എന്റെ അടുത്ത് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോന്റെ പേരാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഒരു കൂട്ടിക്കൊടുപ്പുകാരനെ പറ്റി ആ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ അതങ്ങനെ സംസാരിക്കുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യം അറിയോ, ഞാൻ പറയാത്തത് എന്താണെന്നറിയോ, ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടാവും, ഒരു ദിവസം ഉണ്ടെന്ന് കൊടുത്താൽ മനസ്സിലാക്കിയത്. കാരണം അവൻ കയറി അറിയണ ഹോട്ടലടക്കം സാധനങ്ങളടക്കം എല്ലാം എന്റെ ഉണ്ട്. ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും. ഇപ്പോൾ നടക്കുന്ന വിഷയം, ബിഗ് ബോസ് കഴിഞ്ഞു സീസൺ 6 മത്സരാർത്ഥികളായിരുന്നു ജിൻഡോയും സിജോയും. ഇപ്പൊ ഇവർ രണ്ടും നേർക്ക് നേരെ യുദ്ധമാണ്. ആരാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ പെണ്ണ് പിടിച്ചതെന്ന്, അതുപോലെ തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് പോയത്, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. സിജോ പറയുന്നുണ്ട്, ഞങ്ങള് ജിൻഡോ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സീസൺ 6 പങ്കെടുത്ത എല്ലാവരും ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, ഞങ്ങള് ഗബ്രിയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കാണിക്കുന്നുണ്ട്. ജിൻഡോയുമായിട്ട് ഞങ്ങൾ ആരും കമ്പനിയില്ല, അപ്പൊ നിങ്ങൾ ഓർത്തോണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ജിൻഡോയെ കൂട്ടാത്തതെന്ന് ഓർത്തോണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു തർക്കം നടക്കുന്നത് ഞാൻ കണ്ടിടത്തോളം സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ആരാണ് പെണ്ണുപിടിയന്മാരെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. ഇവർക്ക് തന്നെ ഇത് പറയുമ്പോൾ നാണമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു, അതിനുശേഷവും ഇവരെല്ലാം തമ്മിലുള്ള ഒരു റിവഞ്ച് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം ജിൻഡോയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല, സിജോയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും കാണിക്കുന്നത് മഹാ തെണ്ടിത്തരം എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലും കുഴപ്പമില്ല. ഇവര് ബിഗ് ബോസിനകത്ത് ഇവര് ശത്രുക്കളായിട്ട് നിന്ന സമയമുണ്ട്, ഇവര് തമ്മിൽ ഒരുമിച്ച് നിന്ന സമയമുണ്ട്. അവിടെ സിജോയുമായിട്ട് അന്നും ജിൻഡോയ്ക്ക് വിഷയം ഉണ്ടായിരുന്നു, ജിൻഡോയുമായിട്ട് സിജോയ്ക്കും വിഷയം ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിഷയം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ PR കൊടുക്കുന്നത് സിജോയും സംഘവുമായിരുന്നു. സിജോയും സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് എന്നുള്ളത്. തിരിച്ച് സിജോ പറയുന്നത് ജിൻഡോയാണ് PR കൊടുത്തത്, അതുകൊണ്ടാണ് ജിൻഡോ വിന്നായത് എന്നുള്ളൊരു സംസാരം സിജോയും പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ജിൻഡോ കപ്പടിച്ചതില് ഇവർക്ക് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജിൻഡോ കപ്പടിച്ചത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ വിഷയമല്ല. ബിഗ് ബോസിൽ ആര് കപ്പടിച്ചെന്നോ ആര് കൊണ്ടുപോകുന്ന വിഷയമല്ല. പക്ഷെ ഇവര് വെളിയിലേക്ക് വരുമ്പോഴും ഇതൊരു ചർച്ചയാക്കിക്കൊണ്ട് ബിഗ് ബോസ് തുടങ്ങാറായി. അപ്പൊ ഇനി ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയാണോ അറിയത്തില്ല. ഇവരെല്ലാവരും കൂടെ കടന്ന് അടിക്കുന്ന അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ, എന്നിട്ട് തെളിയിക്കണം. മീഡിയക്കാർ ഇങ്ങനെ പിടിച്ചു നിർത്തും. ജിൻഡോനെ വീട്ടിൽ വരണ്ട, കാരണം ജിൻഡോനെ വീട്ടിൽ കയറാൻ കൊള്ളാത്തവരാണ്. അതുകൊണ്ട് ജിൻഡോനെ വീട്ടിലേക്ക് വരണ്ട, വേണമെങ്കിൽ നീ എന്റെ പൂങ്കാവിലേക്ക് വന്നിട്ട് ഹൈവേ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ ജിൻഡോ പറയുന്നു, അല്ലെങ്കിൽ ജിൻഡോ ഇവിടേക്ക് വന്നു, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങൾ മീഡിയക്കാരും വാ, എന്നിട്ട് ഞാൻ പിന്നെ ആ PR ചെയ്ത ആളെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം, ജിൻഡോക്ക് PR ചെയ്തോന്നു ഇല്ലെന്ന് പറയട്ടെ. അപ്പം ജിൻഡോയ്ക്ക് PR ഉണ്ടെന്നും ജിൻഡോയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നുമാണ് ഇവിടെ സിജോ പറയുന്നത്. നിങ്ങളെല്ലാം മീഡിയക്കാരും വരൂ, ഞാൻ വീട്ടിലോട്ടൊന്നും വിളിക്കുന്നില്ല, സിജോ ഇവിടെ വരട്ടെ, നമുക്ക് PR ആരായിരുന്നു ആ നമ്പർ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നമ്പറിൽ നമുക്ക് വിളിക്കാം. ഇത് ചെയ്യുമ്പോൾ അവര് പറയുമല്ലോ ആരാണ് ഏറ്റവും കൂടുതൽ PR കൊടുത്തത് എന്നുള്ളത്. ജിൻഡോ പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ PR വിഷയത്തില് ജിൻഡോ പറയുന്നത് ഇവരാണ് PR കൊടുത്തിട്ട് പോയത്, പക്ഷെ ആ PR എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംസാരമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ നടക്കുന്നതിനിടയിലാണ് ജിൻഡോ പറയുന്നുണ്ട്, പല ലോഡ്ജുകളിലൊക്കെ പോയ തെളിവുകളൊക്കെ എന്റെ അടുത്തുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു ബിഗ് ബോസിലെ ഒരു താരം ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ ഗുണ്ടായിസു. ഞാൻ ജിൻഡോ ബിഗ് ബോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ നല്ല ഇതാണ്, ജിൻഡോ അവിടെ കളിച്ച കളി അവിടെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെയാണ് ജിൻഡോ ജയിച്ചത് തന്നെ. അതായത് ജിൻഡോന്നല്ല, അന്ന് ആ സീസണിൽ പോയ ആരും ഈ കപ്പടിക്കാൻ അർഹരല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സീസൺ പരാജയമായത്. അവിടെ പോയവരെല്ലാം സെന്റിമെന്റ്സ് അടിക്കാനും അതുപോലെ പ്രേമിക്കാനും ഒക്കെ പോയവരാ ഒരുപാട് പേര്. അങ്ങനെ പിന്നെ അനിയത്തിക്ക് ചേട്ടന്മാർക്ക് ഒരു അനിയത്തി, ഇതൊക്കെയായിരുന്നു അവിടെ നിന്ന് സൃഷ്ടിച്ചുകൊണ്ട് അവർ വെളിയിലേക്ക് വന്നത്. അല്ലാതെ അത് വലിയ പരാജയമായിരുന്നു ഈ സീസൺ 6 എന്ന് പറയുന്നത്. പക്ഷെ അതിലും വലിയ പരാജയമാണ് ഇവരെല്ലാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നടന്ന ഇവർ രണ്ടുപേരും വൻ പരാജയമാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കേസുകെട്ടുകളൊക്കെയാണ് വെളി വരുന്നത്, വെളിയിൽ പോലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ജിൻഡോ പറയുന്നത് അന്ന് പഴയ ഇതിന് പറഞ്ഞത് എനിക്ക് അവിടുത്തെ ഭയങ്കര ഞാൻ വലിയ പുള്ളിയാണ്, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കളയുന്നുള്ളൂ. ഇതെന്താ വെള്ളടിക്കാൻ പറ്റുമോ ചുമ്മാ വരുന്നതിനൊക്കെ പിടിച്ചിട്ട് താങ്ങിയിട്ട് പോകാൻ. അപ്പം സിജോ അതിനെതിരായിട്ടും പറയുന്നുണ്ട്, ജിൻഡോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി ഇട്ടിട്ട് പോകും പത്രക്കാരുടെ മുന്നിലും ചാനലുകാരുടെ മുന്നിലൊക്കെ ചാനലുകാരുടെ മുന്നിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അപ്പം മുങ്ങും. പിന്നെ ജിൻഡോ 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും 6 മാസം കഴിഞ്ഞിട്ട്. അത് സത്യമായ കാര്യമാണ്. ജിൻഡോ നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ നമ്മൾ ലൈവിലും കണ്ടിട്ടില്ല, എങ്ങും കണ്ടിട്ടില്ല, ലൈവായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുള്ളിയുടെ വർക്കുകളിൽ മുഴുവനായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇതിനെക്കുറിച്ച് ജിൻഡോയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയാം. ഞാൻ പറയാത്തത് എന്താണെന്നറിയാം, ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഉണ്ടെന്ന് കൊടുത്താൽ മനസ്സിലാക്കിയത്. കാരണം അവൻ കയറി അറിയണ ഹോട്ടലടക്കം സാധനങ്ങളടക്കം എല്ലാം എന്റെ കയ്യിലുണ്ട്. ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയാത്തത് ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് പിൻപും സിജോ കയറി വരുന്ന ഹോട്ടലുകളുടെ കണക്കും അവിടുത്തെ തെളിവുകൾ സഹിതം എന്തെങ്കിലും ഉണ്ടെന്നാണ് ജിൻഡോ പറയുന്നത്. വേറെ ഒന്നുമല്ല, പെണ്ണ വിഷയം തന്നെ. ഇവർ രണ്ടുപേരും ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. ഇവർക്ക് ഇതാണോ പരിപാടി? അവരെ ആലപ്പുഴക്കാരെ എന്നെ വിളിപ്പിച്ച് കെട്ടിയിടാൻ പോയതാ. ഞാൻ എന്നോട് പറഞ്ഞിട്ട് നിന്റെ ബിഗ് ബോസിന്റെ താരം ഇവിടെ വന്നിട്ടുള്ളത് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞോ അത് വിട്ടേരെ ഫാമിലിയിൽ അവരെ എടുത്ത് നിർദ്ദേശം കാര്യങ്ങളൊക്കെ. ജിൻഡോ പറഞ്ഞതുകൊണ്ടാണ് ആലപ്പുഴക്കാർ വിട്ടത് കേട്ടോ, ഇല്ലെങ്കിൽ വിടത്തില്ലായിരുന്നു. ജിൻഡോ ആലപ്പുഴയിലെ മൊത്തം അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നവര് ജിൻഡോ നേരത്തെ ബിഗ് ബോസിനകത്തും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സെറ്റപ്പാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ. സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ജിൻഡോ ഈ പറഞ്ഞില്ല പറയാം, എനിക്ക് ജിൻഡോയുടെ ദേഷ്യമൊന്നുമില്ല. കഴിഞ്ഞ സീസണില് തമിഴ് ഫേം തന്നെ പറഞ്ഞ നമ്മളും റിവ്യൂ ചെയ്യുമായിരുന്നു. അവസാനം നമ്മളും മനസ്സിലാണെങ്കിൽ നമുക്ക് ജിൻഡോ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ജിൻഡോ അല്ലാതെ വേറെ ആർക്കും കപ്പ് കൊടുക്കാൻ വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അവിടെയും ജിൻഡോ അതിനകത്ത് വെച്ചും പറയുമായിരുന്നു, എന്താ ഞാൻ ഒരു വലിയ സംഭവമാണ്, എനിക്ക് ഒരുപാട് പിള്ളേരുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ. അത് വെച്ചിട്ട് ഞാനങ്ങ് വെറുതെ വിട്ടു, ഞാൻ പറഞ്ഞുകൊണ്ടാണ് വെറുതെ വിട്ടതെന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ സിജോയുടെ കാര്യങ്ങൾ കാരണം മാനനഷ്ട കേസ് അങ്ങനെ പറഞ്ഞ സാധനം അറിയോ, സിജോന്റെ കല്യാണത്തിന് മുമ്പുള്ള. പക്ഷെ സിജോയുടെ കല്യാണത്തിനൊക്കെ ജിൻഡോ വന്നിരുന്നല്ലോ. അവൻ പറഞ്ഞ് വേറെ സാധനം കേട്ടോ, അവൻ മണ്ടനാണെന്നല്ലേ മണ്ട ശരിക്കും അവനോട് എന്താ കാരണം അറിയോ, അവൻ വീഡിയോസിനോട് പറഞ്ഞ അവൻ ഇരുന്ന് അവന്റെ ചാനലിൽ പറഞ്ഞു ഓർമ്മയുണ്ട. അതായത് എന്നെ ആരും ബാച്ചിൽ പാർട്ടിക്ക് വിളിക്കാറില്ല, എല്ലാവരും വിളിച്ചതിനുള്ള തെളിവും കാര്യം അവൻ വരെ വിളിച്ചതിനുള്ള തെളിവ് എന്റെ ഉണ്ട്. അപ്പൊ വെളിവുണ്ടാവും. ഞാൻ അങ്ങടെ പറഞ്ഞു ഞാൻ വരില്ല, ഇതിങ്ങനെ തിരക്കുണ്ട് കാര്യങ്ങൾ, ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. അവന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് സദ്യക്ക് വിളിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് അവിടെ പോയി കല്യാണം കൂടി തിരിച്ചു പോന്നതാണ്. കാരണം എനിക്ക് ജിൻഡോയുടെ ഭാഗം പറയുന്നത്, ജിൻഡോ പറയുന്നത് സിജോ വെറും കൊള്ളാത്തവനാണെന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത്. പക്ഷെ ജിൻഡോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സിജോ പറയുന്നുണ്ട്. പിന്നെ ഈ കെട്ടിയിട്ടു അവിടെ പിടിച്ചു വെച്ചു. ജിൻഡോനെ പണ്ട് കെട്ടിയിട്ട ചരിത്രവും പിടിച്ചു വെച്ച കേസൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ജിൻഡോ പലയിടത്തും അടി കിട്ടിയ കേസ് നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ ജിൻഡോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു പോയിട്ട് അത് ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് 25 പേര് പങ്കെടുത്തു, എനിക്കെതിരെ ഒരു പീഡന പരാതി കേസ് വന്നിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇനി 2 എനിക്കെതിരെ ഒരു ഡ്രഗ് കേസ് വന്നോ? ജിൻഡോയ്ക്കെതിരെ ഇത് രണ്ടും വന്നത് ഇപ്പൊ ചുമ്മാ വന്നതല്ലോ, എന്തെങ്കിലും ഉണ്ടായിട്ടല്ല വന്നത്. പലരെയും മോഡലിംഗിന്റെ പേരിലാണെങ്കിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പല പെണ്ണുങ്ങളെയും മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ആരോപണം സിജോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം കേൾക്കാം. ജിൻഡോ പല പെൺകുട്ടികൾക്കും ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന വൃത്തികെട്ട മെസ്സേജ് ഉണ്ട്. അവനൊരു പെണ്ണിന് മെസ്സേജ് അയക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ ഞാൻ മേക്ക് ഓവർ ചെയ്തു തരാം, നിന്റെ ബോഡി ഷേപ്പ് ആക്കി തരാം, നിനക്ക് സിനിമയിൽ അവസരം വാങ്ങി തരാം, ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, എന്റെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന പല അഡ്ജസ്റ്റ്മെന്റും നീ ചെയ്യേണ്ടതായിട്ട് വരും. അവരെ വീഡിയോ കോൾ ചെയ്യും, വീഡിയോ കോളിൽ അവരത് സംസാരിക്കും, എന്നിട്ട് പറയും എനിക്ക് നിന്റെ ബോഡി ഷേപ്പ് മാറ്റിയെടുക്കണമെങ്കിൽ നിന്റെ ന്യൂഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം, ഈ ഫോട്ടോ കണ്ടാൽ മാത്രമേ എനിക്ക് നിന്റെ ഫാറ്റ് അറിയാൻ പറ്റുള്ളൂ, എനിക്ക് നിന്നെ കൃത്യമായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഇവൻ ഓരോ പെണ്ണുങ്ങളോടും ഈ രീതിയിൽ പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത്. ജിൻഡോ എല്ലാ പെണ്ണുങ്ങൾക്കും, ജിൻഡോയുമായിട്ട് ഇടപെടുന്ന എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ കേട്ട് കാണും, എന്ന് വെച്ചാല് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ചു തരാം, ബോഡി ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് ന്യൂഡ് ഫോട്ടോസ് അങ്ങനെയൊക്കെ ആവശ്യപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത്. മിസ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ ജിൻഡോയുടെ കല്യാണം നമുക്കറിയാം, ബിഗ് ബോസിലൂടെ തന്നെ പറയായിരുന്നു, ഒരു ലേഡിയുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ കല്യാണമൊക്കെ മാറിപ്പോയി. ആ കല്യാണം മാറിപ്പോയതിന്റെ കാരണം ഈ പെണ്ണു കേസിൽ പ്രതിയായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം വേറൊന്നുമല്ല. ആരാണ്, ഞാൻ നേരത്തെ ആദ്യം വരെ പറഞ്ഞതുപോലെ ഇവർക്ക് തന്നെ നാണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ബിഗ് ബോസിനേക്കാൾ കഷ്ടമാണ് ഇപ്പം വെളിയത്തെ അവസ്ഥ. ബിഗ് ബോസ് ഷോ തുടങ്ങാറായി. അപ്പൊ ഇനി അറ്റൻഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആരും പറയത്തില്ല. ജിൻഡോ ആ പിആറിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞത്, വെളിയിൽ നിന്നും ഉള്ള സിജോ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവരാണ് ഇവിടെ PR കൊടുത്തിട്ട് പോയത്. ആ PRകളെല്ലാം എന്റെ ഗെയിം കണ്ടതിന് ശേഷം എനിക്ക് അനുകൂലമായിട്ടാണ് പിന്നീട് അവരാണ് PR ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് അവരുടെ PR ചാനലുകാരും എല്ലാവരും ആദ്യമേ നമുക്കറിയാം സിജോയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. പിന്നെ സിജോയുടെ ചില അവിടെ ഒരു വഴക്കുണ്ടാകുകയും സിജോ കുറച്ച് മാറി നിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം സിജോ തിരിച്ചു വന്നപ്പോൾ എല്ലാം ശോകമായിരുന്നു.
അപ്പൊ പലരും സിജോയെ സപ്പോർട്ട് ചെയ്തിരുന്ന പല ആൾക്കാരും പല ചാനലുകൾ വരെ തിരിഞ്ഞ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത അവസ്ഥ വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ് ഭേദം തൊമ്മൻ. അവിടെ ഈ പറഞ്ഞ ജിൻഡോ പോലും ആ കപ്പടിക്കാൻ അറിയാനല്ലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ ബിഗ് ബോസ് 7 ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത്, ഈ ബിഗ് ബോസ് 7 എങ്കിലും ഇങ്ങനെയുള്ളതിനൊന്നും കൊണ്ടിട്ട് ഇല്ലാതാക്കരുത് എന്ന്. എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം ഏറ്റവും എന്നിട്ട് ഇവര് തമ്മിൽ പിന്നെ പെണ്ണുകേസുകളായി. നീ എത്ര പെണ്ണുകേസിൽ പ്രതിയാണ്, ഞാൻ എത്ര പെണ്ണുകേസിൽ പ്രതിയാണ് എന്നൊക്കെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചർച്ച. ഇപ്പം പ്രശ്നങ്ങൾ ഇന്ന് നീ എത്ര കേസിൽ പ്രതിയായി, ഞാൻ എത്ര കേസിൽ പ്രതിയായി. അപ്പം ജിൻഡോ പറയും ഇവന് പിടിച്ചു, സിജോ പറയും ഇവരെ വീട്ടിൽ കൊള്ളാൻ കേട്ടത്തില്ല. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ വിഷയങ്ങൾ. ഞാൻ ചോദിക്കുന്നത് വേറെ കൊണ്ടല്ല, നാളെ ഇല്ലയോ ഇതൊക്കെ ചാനലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് രണ്ടുപേരോടും കൂടെയാണ്. ഒരാളെ മാത്രം നമ്മൾ ആരും സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജിൻഡോയെ നമ്മൾ കഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തത്. സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായ സപ്പോർട്ട് വരുന്നത് വെച്ചാൽ ആർക്കെങ്കിലും ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അവസാനം. എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ 6 അവസ്ഥ. ഇവർ തമ്മിലുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ ഇവരോട് രണ്ടുപേരോടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഈ വിഷയം വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ പെണ്ണുപിടിയെന്നൊന്നും നിങ്ങൾ രണ്ടുപേരും കൂടെ പോട്ടിയിട്ട് തീരുമാനിക്കുകയാണ്. സിജോ പറയുമ്പോൾ ജിൻഡോയും പറയും, ജിൻഡോ പറയുമ്പോൾ സിജോ പറയും. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഇത് ഏറ്റുപിടിക്കും. ഇവർ തമ്മിലുള്ള മത്സരം ഇങ്ങനെ പോവുകയാണെങ്കിൽ നടക്കട്ടെ, ഇല്ല ഇവരെ മാധ്യമമായിട്ടൊക്കെ ആണെങ്കിൽ വെറും എനിക്ക് ഒരു കച്ചറ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു കച്ചറയായ രീതിയിലാണ് ഇപ്പം ഇവരുടെയൊക്കെ സംസാരങ്ങൾ ചാനലിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരിനി ഇങ്ങനെ പോവാണെങ്കിൽ മുന്നോട്ട് പോട്ടെ, നമുക്കൊന്നും പറയാനില്ല. നമ്മൾ എന്തായാലും ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ റിവ്യൂ ചെയ്യും, നമ്മൾ റിയാക്ഷൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും ഇവർ തമ്മിൽ ഇനി തീരുമാനിക്കട്ടെ ആരാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ പെണ്ണുകേസിൽ പ്രതിയെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.